അടുത്തത് വൃശ്ചിക കൂറാണ്. സ്കോർപിയോ എന്നാണ് അതിനെ വിളിക്കുന്നത്. വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചിക കൂറ്. വൃശ്ചിക രാശിക്കാർക്ക് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ചില കൺഫ്യൂഷൻസ് പലതും ഉണ്ടാകും. പല തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിന്ന് ഈ ആഴ്ച അതിനൊരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണാവുന്നതാണ്. അതായത് വ്യാഴം 9ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഭാഗ്യം നമുക്ക് അനുകൂലമായിട്ട് വരുന്നു. അതുകൊണ്ട് പ്രവർത്തനങ്ങളൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തനക്ഷമമായിത്തീരുന്നു. നമ്മുടെ ജീവിതം അത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാനും നല്ലതാണ്. ജൂൺ അവസാനം 9, 10 തീയതികളിലും ഒക്കെ ചില റിസർച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതിലൊക്കെ ചില കുഴപ്പങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റിസർച്ച് ചെയ്യുന്നവരൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. അതിലെന്തെങ്കിലും ഒരു അടി തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ഡീലിങ്സ് നടത്തുന്നവർ, ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ അവസാനമാകുമ്പോൾ ഈ 13 മുതലായിട്ടുള്ള 9, 10, 13 തീയതി ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആഴ്ചയുടെ അവസാനം അതൊരു സ്ഥിരതയിലേക്ക് കാര്യങ്ങൾ വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഒരു പുതിയ ദിശാബോധം ജോലിയിൽ വളർന്നു വരും. ഒരു പക്ഷേ ഒരു നൂതനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ജോലി അഥവാ ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ കരിയർ അല്ലെങ്കിൽ എന്താണെങ്കിലും അവരുടെ പ്രവൃത്തി മാറുന്നതായിട്ട് കാണാവുന്നതാണ്. ധന വിഷയത്തിലേക്കും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പതുക്കെ പോകുന്നതായിട്ട് കാണാവുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ് ഉണ്ടാകുന്നത്. ബന്ധുത്വവും അവരുമായിട്ടുള്ള ഒരു സംവാദങ്ങളും അനുകൂലമായിട്ടുള്ള ഒരു ഫലത്തെ ചെയ്യുന്നുണ്ട്. മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നതും അത് മാറുന്നതായിട്ട് കാണാവുന്നതാണ്. ഇവർക്ക് സുബ്രഹ്മണ്യസ്വാമിയെ പൂജിക്കുക, അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിന് ഗ്രഹശാന്തി ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാൻ നല്ലതാണ്.